നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 11-ാം തീയതി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ആക്രിസാധനങ്ങൾ സൂക്ഷിച്ച ഗോഡൌണിൽ വൻ തീപിടുത്തം. 10 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം. കോഴിക്കോട് മാങ്കാവിന് സമീപം കുളങ്ങര പീടികയിലെ ഇക്കോ പർപ്പസ് ആൻഡ് സ്ക്രാപ്സ് എന്ന സ്ഥാപനത്തിലാണ് അപകടമുണ്ടായത്. പുലർച്ചെ 1:30 കടയുടെ പരിസരത്തുണ്ടായിരുന്നവരാണ് തീ പടർന്നത് കണ്ടത്. പരിസരവാസികൾ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ആളിക്കത്തുകയായിരുന്നു. ഗോഡൌണിനോട് ചേർന്ന് ഇവിടുത്തെ തൊഴിലാളികളായ ബീഹാറിൽ നിന്നുള്ള കുടുംബവും താമസിച്ചിരുന്നു. ബക്രീദ് ലീവ് പ്രമാണിച്ചവർ നാട്ടിലേക്ക് പോയതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. മീഞ്ചന്ത അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് 3 യൂണിറ്റുകൾ 4 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വീണ്ടും സംഘർഷം ഉടലെടുത്തതോടെ മണിപ്പൂരിൽ 5 ജില്ലകളിൽ 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. ഉത്തരവ് ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നത് സർക്കാർ അറിയിച്ചു. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, തൗബാൽ, ബിഷ്ണുപൂർ, കാങ്ജിങ് എന്നീ ജില്ലകളിലാണ് ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയത്. മെയ്തൈ സംഘടനയായ ആരംഭായി തോങ്കാലിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്തെന്ന സൂചനയെ തുടർന്ന് ഇംഫാലിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് നടപടി. എന്നാൽ നേതാവിന്റെ പേരും ചുമത്തിയ കുറ്റവും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നേതാവിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രക്ഷോഭം. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ വിദ്യാർത്ഥി മരിച്ച സംഭവം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നമ്പ്യാടൻ വീട്ടിൽ വിജയൻ മകൻ വിനീഷിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും. ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കുമെന്നാണ് വിവരം. പ്രതിയുടെ DDR എടുക്കും. കൂട്ടാളിയായ കുഞ്ഞുമോഹം പോലീസ് കസ്റ്റഡിയിലുണ്ട്. പ്രതികളായ ഇരുവരും സ്ഥിരം കുറ്റവാളികളാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് വഴിക്കടവ് പോലീസ് കേസെടുത്തിരുന്നു. പ്രതി വിനീഷിനെതിരെ നേരത്തെയും കേസുകളുണ്ട്. കെണിവെച്ച മൃഗങ്ങളെ പിടിക്കുന്നത് പ്രതിക്ക് ഹോബിയാണെന്നും ഒപ്പം കൂട്ടുകാരുമുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. SP-യും പോലീസ് അസോസിയേഷനും തമ്മിലെ തർക്കം കനത്തു. 5 പോലീസുകാരെ പത്തനംതിട്ടയിൽ നിന്ന് സ്ഥലം മാറ്റി. പത്തനംതിട്ടയിൽ ജില്ലാ പോലീസ് മേധാവിയും പോലീസ് അസോസിയേഷൻ പോര് രൂക്ഷം. പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അടക്കം 5 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. പോക്സോ കേസ് അട്ടിമറി, കോയിപ്പുറം കസ്റ്റഡി മർദ്ദന കേസ് എന്നിവയിലെ പാളിച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർന്നതാണ് കാരണം. അഡീഷണൽ SP ഓഫീസിൽ ജോലി ചെയ്തിരുന്ന പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെയാണ് AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയത്. കസ്റ്റഡി മർദ്ദന കേസിലെ ഫയലുമായി മന്ത്രി VN വാസവനെ അഡീഷണൽ SP കണ്ടെന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം നടപടിക്ക് കാരണമായെന്നാണ് സൂചന.